നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സലിൻ്റെ ക്ലാസ്സുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എക്സൽ ഒരുവിധം ക്ലാസ്സുകൾ കഴിഞ്ഞു. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഇല്ലായിരുന്നു. ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇല്ലാതിരുന്നത്. മാക്സിമം ക്ലാസ്സുകൾ തരാൻ നോക്കാം. എല്ലാ ദിവസവും മാക്സിമം ക്ലാസ്സുകൾ ചെയ്യാൻ നോക്കാം. പിന്നെ ചില സമയങ്ങളിൽ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ നമ്മൾ എക്സൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും പവർ പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പവർ പോയിൻറ്റ് കൂടെ നമ്മൾ പറഞ്ഞിട്ട് എക്സലിൻ്റെ ടാബ് വൈസ് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സലിന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും പവർ പോയിൻറ്റും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് എക്സലിൻ്റെ ടാബ് വൈസ് ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പം സമയം കളയുന്നില്ല, ക്ലാസ്സുകളിലേക്ക് കിടക്കാം. അപ്പോൾ പവർ പോയിൻറ്റ് നമ്മൾ എന്താണ് എക്സലും വേർഡും പോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ടീച്ചേഴ്സിന് അവരുടെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രസൻറ്റേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പ്രസൻറ്റേഷൻ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡായിട്ട് ഓരോ ക്ലാസ്സുകളുടെ ടോപ്പിക്ക് അതിൽ അവർക്ക് പറയേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം കാണും. ആ പോയിന്റ്സ് നോക്കിയിട്ടായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രസൻറ്റേഷൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേർഡും എക്സലും പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മുകളിൽ എന്താണുള്ളത്? ടൈറ്റിൽ ബാർ ആണുള്ളത്. ടൈറ്റിൽ ബാറിലാണ് എന്തുള്ളത്? നെയിം ഓഫ് ദി പ്രസൻറ്റേഷൻ. ഇതിലെ ഡീഫോൾട്ട് നെയിം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ തന്നെ കാണാൻ എന്താണ്? പ്രസൻറ്റേഷൻ 1 എന്നതാണ് ഡീഫോൾട്ട് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ പവർ പോയിൻറ്റിൻ്റെ ഡീഫോൾട്ട് നെയിം എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ 1 ആണ്. ടൈറ്റിൽ ബാറിൽ നെയിം ഓഫ് ദി പ്രസൻറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. മെയിനായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഉണ്ടാകുന്ന കമാൻഡ്സ് ഏതൊക്കെയാണ്? സേവ് ഉണ്ടാകും, അൺഡു ഉണ്ടാകും, റിഡോ കമാൻഡ് ഉണ്ടാകും. ഇനി ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്യാം. ഇതിനെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കൊടുത്തു കഴിഞ്ഞാൽ അതെവിടെ പോകും? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് പോകും. ഇതെല്ലാം നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കിയേ, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് കാണും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടിക്ക് ചെയ്തേക്കുന്ന ഏതൊക്കെയാണ്? സേവ്, അൺഡു, റീഡോ ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയും ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈറ്റിൽ ബാറിലെ റൈറ്റ് സൈഡിലായിട്ട് എന്തുണ്ടാകും? മിനിമൈസ് ബാറും അതുപോലെ തന്നെ മാക്സിമൈസ് റീസ്റ്റോർ ബട്ടൺ ഉണ്ടാകും. അതുപോലെ ക്ലോസ് ബട്ടണും ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഓഫീസ് ബട്ടൺ ആണ്. ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ്, സേവ് ആസ്, പ്രിൻ്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി ഫുള്ള് കാണുന്നില്ലെങ്കിൽ. അപ്പോൾ ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിൻ്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. ഇത്രയുമാണ് ഓഫീസ് ബട്ടണിൽ ഉണ്ടാവുക. അപ്പം ഏത് വേർഡാണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിൻ്റ് ആണെങ്കിലും എന്താണ് ഓഫീസ് ബട്ടണിൽ ഇത്രയും ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഉള്ളത് ഇതെന്താണ്? ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? ഓരോ ടാബുകളുണ്ട്. ഹോം ടാബ്, ഇൻസേർട്ട്, ഡിസൈൻ, അനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. ഇത്രയും ഫോർമാറ്റ്, ഇത്രയും ടാബുകളാണ് ഇതിനകത്തുള്ളത്, പവർ പോയിന്റിനകത്തുള്ളത്. ഇപ്പോൾ പവർ പോയിന്റിൽ മെയിനായിട്ടും എത്ര? 1, 2, 3, 4, 5, 6, 7 ടാബുകളാണുള്ളത്. എത്ര ടാബ് ഉണ്ടെന്ന് ചോദിച്ചാൽ 7 ടാബുകളാണുള്ളത്. ഏതൊക്കെയാണ് ടാബ്? ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, അനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ. ഇത്രയും ടാബുകളാണ് ഏതിൽ വരുന്നത്? പവർ പോയിന്റിൽ വരുന്നത്. ഇനി നോക്കിയേ, ഹോം ടാബ്. ഹോം ടാബിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോം ടാബിൽ ഓരോ ടൂൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബ് എടുക്കുകയാണെങ്കിൽ ഹോം ടാബിലുള്ള ആ ടൂൾസ് ആയിരിക്കത്തില്ല ഇൻസേർട്ട് ടാബിനകത്ത് വരുന്നത്. അപ്പം നോക്കിയേ, ഹോം ടാബിൽ ആദ്യം വരുന്ന ബ്ലോക്ക് ഏതാണ്? ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് ആണ്. ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിൽ ഏതൊക്കെ വരുന്നുണ്ട്? നമ്മൾ വീഡിയോയിൽ പഠിച്ച പോലെ തന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മൾ വീട് പഠിച്ച് എക്സലും പഠിച്ച് ഇതെല്ലാം അതിനകത്ത് വരുന്നതായതുകൊണ്ടാണ് ഇതിനകത്ത് കട്ട്, കോപ്പി, പേസ്റ്റ്,
ഫോർമാറ്റ് പെയിൻറ്റർ, ഇത്രയും ഓപ്ഷൻസ് ആണ്. ഇതിപ്പോൾ ഇനേബിൾ അല്ല, നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനേബിൾ ആവത്തുള്ളൂ. ഇനി പിന്നെ ഹോം ടാബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അത് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ പവർ പോയിന്റിലെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഏതാണ്? ഇതാണ് വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെള്ള കളറിൽ കാണുന്നില്ല, ഇതാണ് നമ്മുടെ പേജ്. അപ്പം നമ്മൾ സാധാ വീട്ടിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ ഒരു പേജാണ് പവർ പോയിന്റിലും ഉള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ പേജ് എന്നല്ല പറയുന്നത്, പവർ പോയിന്റിലെ ഓരോ പേജിനെയും പറയുന്ന പേര് സ്ലൈഡ് എന്നാണ് പറയുന്നത്. സ്ലൈഡ്. അപ്പം ഈ ഏരിയ നമ്മൾ സ്ലൈഡ് ഏരിയ എന്ന് പറയും, സ്ലൈഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഏരിയ, ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ ഒരു ഏരിയ നമ്മൾ സ്ലൈഡ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പം പവർ പോയിന്റിൽ ഒരു പേജിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് സ്ലൈഡാണ്. ഇനി നമുക്ക് ഈ സ്ലൈഡിനകത്ത് എല്ലായിടത്തും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ വെച്ചു, എനിക്ക് ടൈപ്പ് ചെയ്യാൻ നോക്കുക, പറ്റുന്നില്ല. അപ്പം ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ പേജിൽ വരുന്നില്ല, അല്ലെങ്കിൽ സ്ലൈഡിൽ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ എല്ലായിടത്തും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ വരും. ഈ റെക്റ്റാങ്കിളിനകത്ത് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു പോർഷനെ നമ്മൾ പറയുന്നത് പ്ലേസ് ഹോൾഡർ എന്നാണ്. അപ്പോൾ സ്ലൈഡിലെ പ്ലേസ് ഹോൾഡറിനകത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇതിനെ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പവർ പോയിന്റിൻ്റെ ഒരു സ്ലൈഡിനകത്ത് നമുക്ക് ടെക്സ്റ്റോ ഇമേജസോ ഓഡിയോസോ ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനെയാണ് എന്ത് പറയുന്നത്? പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പ്ലേസ് ഹോൾഡർ ഇല്ല, ഇവിടെ നോക്കിയേ, ഈ ഒരു സ്ലൈഡ് എടുത്തു, ഈ ഒരു സ്ലൈഡ് ലേഔട്ടിൽ ഇപ്പോൾ 2 പ്ലേസ് ഹോൾഡർ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലേസ് ഹോൾഡറിനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് പ്ലേസ് ഹോൾഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം, ഇൻസേർട്ടിൽ എന്തുണ്ട്? ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, കണ്ടോ, ഇതുപോലത്തെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവന്ന് ഈ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഞാനിവിടെ ഡ്രോ ചെയ്തിട്ട് ഇപ്പം ഇതിനകത്ത് കണ്ടോ, നമ്മുടെ കഴ്സർ അതിനകത്ത് കാണും. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ആ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇപ്പം ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. സൈസ് കൂട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിനകത്തുള്ളൊരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്ലേസ് ഹോൾഡറിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ വർക്കിംഗ് ഏരിയ പറഞ്ഞു, ഇതിൽ ഈ ഒരു പ്ലേസിനെയാണ് നമ്മൾ സ്ലൈഡ് ഏരിയ എന്ന് പറയുന്നത്. സ്ലൈഡിൽ നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജസോ ഓഡിയോസോ ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്ലേസ് ഹോൾഡറിലാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒരു പാനൽ കാണാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് 2 രീതിയിൽ സ്ലൈഡ്സിനെ വ്യൂ ചെയ്യാൻ പറ്റും. ഒന്ന് സ്ലൈഡ്സ് വ്യൂവും അടുത്തേന്ന് പറയുന്നത് ഔട്ട്ലൈനുമാണ്. അപ്പോൾ സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എത്ര സ്ലൈഡ്സ് ഉണ്ടോ, ഞാൻ ഒരു പുതിയ സ്ലൈഡ് കൂടി ഇൻസേർട്ട് ചെയ്തു, കണ്ടോ. ഇപ്പോൾ 1 2 സ്ലൈഡ്, എത്ര സ്ലൈഡ് നമ്മുടെ പ്രസൻറ്റേഷനിലുണ്ടോ അത്രയും സ്ലൈഡ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ആ സ്ലൈഡിൻ്റെ ജസ്റ്റ് ഒന്നാമത്തെ സ്ലൈഡ് ആണെങ്കിൽ ആ സ്ലൈഡിലുള്ള ജസ്റ്റ് ഔട്ട്ലൈൻ അല്ലെങ്കിൽ കണ്ടന്റ് മാത്രം നമുക്കിവിടെ കാണും. ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡും അതിൽ നമ്മൾ 2 പ്ലേസ് ഹോൾഡറിലും കൊടുത്തിട്ടുള്ള ഡേറ്റാസ് ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ സ്ലൈഡിൽ ഒന്നും കൊടുത്തിട്ടില്ല, അതാണ് ഇവിടെ ഒന്നും കാണാത്തത്. അപ്പം ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമായിരിക്കും ഏതിലുള്ളത്? ഔട്ട്ലൈൻ വ്യൂവിൽ കാണാൻ പറ്റുന്നത്. ഇനി നോക്കി, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്താണ്? സ്റ്റാറ്റസ് ബാർ ഉണ്ട്. ഇത് എത്ര സ്ലൈഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വ്യൂസ് കാണാൻ പറ്റും. നോർമൽ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, അതുപോലെ സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്. ഇത്രയും വ്യൂസ് ആണ് കാണുന്നത്. കാണാമോ? താഴെ ഇവിടെ എൻ്റെ മൗസ് പോകുന്നത് നോക്കിയാൽ മതി. ഇതെന്താണ്? നോർമൽ വ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഇത് നമ്മൾ പിന്നീട് പഠിക്കും. സ്ലൈഡ് സോർട്ടർ വ്യൂവിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്ലൈഡ് സോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റീ അറേഞ്ച് ചെയ്യാം. കണ്ടോ, ഇപ്പം ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ ഡ്രാഗ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ ഇരുന്ന സ്ലൈഡ് ഒന്നാമതുമായി, ഈ സ്ലൈഡ് രണ്ടാമതുമായി. കണ്ടോ, സോർട്ട് ചെയ്യാം. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞാൽ സ്ലൈഡ്സിനെ സോർട്ട് ചെയ്യാൻ പറ്റുന്ന, അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വ്യൂ ആണ് സ്ലൈഡ് സോർട്ടർ വ്യൂ. കണ്ടോ, ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഈ പൊസിഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുത്തെ സ്ലൈഡ് ഒന്നാമതായി, ഇത് രണ്ടാമതായി. അടുത്തതെന്ന് പറഞ്ഞാൽ സ്ലൈഡ് ഷോ വ്യൂ ആണ്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ ഫുള്ളായിട്ടൊരു സ്ലൈഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? സ്ലൈഡ് ഷോ. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ
പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടീച്ചറിന് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 10-15 സ്ലൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ തയ്യാറാക്കി ഇടും. ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഏതിലാണ്? സ്ലൈഡ് ഷോയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡ് ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ക്രീനിൽ ഫുള്ളായിട്ട് ആ ഒരു സ്ലൈഡിനെ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് 1 by 1 ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, സ്ലൈഡ് ഷോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താണുള്ളത്, സൂം ബാർ ഉണ്ട്. ഇവിടെ കണ്ടോ, സൂം ഉണ്ട്, സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. ഇതിൽ മിനിമം സൂം പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 10% ആണ്. കണ്ടോ, മിനിമം 10% വരെ നമുക്ക് സൂം ചെയ്യാം. ഇനി മാക്സിമം സൂം പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ കണ്ടോ 400% ആണ്. അപ്പം ഇതും എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്, മിനിമം എത്രയാണ് മാക്സിമം എത്രയാണെന്നുള്ളത്. അപ്പം നമുക്ക് എന്താണ് മിനിമം എന്ന് പറഞ്ഞാൽ ഏതിനൊക്കെയാണ്, വേർഡിന് മിനിമം, വേർഡിനായാലും എക്സലിനായാലും പവർ പോയിന്റിനായാലും മിനിമം സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% തന്നെയാണ്. പക്ഷേ മാക്സിമം സൂം പെർസെൻറ്റേജ് വേർഡിനാണെന്നുണ്ടെങ്കിൽ 500%, എക്സലിനും പവർ പോയിന്റിനുമാണെന്നുണ്ടെങ്കിൽ 400%. അത് മാറിപ്പോലും പലതവണ അത് ചോദിച്ചിട്ടുണ്ട്. വേർഡിനാണെന്നുണ്ടെങ്കിൽ 500%, അതുപോലെ തന്നെ എക്സലിനും പവർ പോയിന്റിനും മാക്സിമം സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 400% ആണ്. അപ്പോൾ ഇത്രയുമാണ് പവർ പോയിന്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഹോം ടാബ്, ഇൻസേർട്ട്, ഓരോ ടാബിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്